അപ്പോൾ എൻ്റെ മസാലപ്പൊടിയൊക്കെ തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീട്ടിലാവശ്യത്തിനുള്ള മസാലപ്പൊടി ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട് പതിവ്. അപ്പം ഞാനിത് പാക്കറ്റായിട്ട് വീട്ടിൽ നിന്ന് കടകളിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങാറില്ല. അപ്പം ഞാൻ തന്നെ എപ്പോഴും ഉണ്ടാക്കി വെക്കുകയാണ്. ഒരു 3 മാസത്തേക്ക് 4 മാസത്തേക്കാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. ഇപ്രാവശ്യം ഇച്ചിരി കൂടുതലുണ്ടാക്കുന്നത്, എൻ്റെ ഒരു 4 മാസം കണക്കാക്കിയായിട്ട് ഉണ്ടാക്കുന്നത്. ഇനി ഈസ്റ്ററൊക്കെ വരുവാണ്, അപ്പോൾ ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പം എന്തായാലും ആ സമയത്ത് ഓടി ഇപ്പോഴും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അതിന് ഡ്രൈ റോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് മെഷർമെൻ്റ് എന്നുള്ളത്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ വലിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെ മെഷർ ചെയ്തിട്ടാണ് എടുത്തത്. ഇമ്പോർട്ടൻ്റ് ആണ് മെഷർ ചെയ്യുന്നുള്ളത്. അപ്പം ഞാനിതിലൊരു 120 ഗ്രാംസ് വലിയ ജീരകം, പെരിഞ്ജീരകം, അപ്പജീരകം എന്നൊക്കെ പറയുന്നത് അതെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പട്ടയാണ്. പട്ട ഞാനൊരു 35 ഗ്രാമാണ് കേട്ടോ പട്ട എടുത്തേക്കുന്നത്. പിന്നെ ഒരു 35 ഗ്രാം ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. 35 ഗ്രാം ഏലക്കയും എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ അത് മസ്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഒരു ചില്ലി ഒരു 7 ഗ്രാംസും ഡ്രൈ ചില്ലീസ്. പിന്നെ ഇത് ഇത് കണ്ടോ, ഇത് ജാതിപത്രി ഒരു 7 ഗ്രാംസും പിന്നെ സ്റ്റാർ അല്ലെങ്കിൽ തക്കോലം അതൊരു 7 ഗ്രാംസും എടുത്തിട്ടോ. ഇതെല്ലാം കൂടെ ഒരു ഡ്രൈ ആയിട്ടുള്ള പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യണം കേട്ടോ. എണ്ണയിട്ടല്ല, ഓയിൽ ഒഴിച്ചുള്ള ഡ്രൈ റോസ്റ്റ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ചുകൂടി ഒരു ഫ്ലേവർ തരും കേട്ടോ. അപ്പോൾ ഈ പൊടിച്ച് വയ്ക്കുന്ന മസാലപ്പൊടിയാണ് ഞാൻ കടലയാവട്ടെ, മുട്ടക്കറി ആവട്ടെ, ഇറച്ചിക്കറി ആവട്ടെ, ഇനി ചിക്കൻ കറി ആവട്ടെ, എല്ലാത്തിലും ഇതാണ് കേട്ടോ എൻ്റെ ടേസ്റ്റ് എൻ്റെ മാസ്റ്റർ പീസ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മെയിൻ ടേസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റാണ്. ബാക്കി പുറത്തുനിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടിയിലൊന്നും എനിക്ക് ഇത്രയും ടേസ്റ്റും ഫ്ലേവറൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് ചൂടായി കഴിഞ്ഞ ശേഷം ചൂടാക്കിയത് ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം ഞാൻ പിന്നെ ഇത് ഒന്ന് തണുക്കാൻ വയ്ക്കും കേട്ടോ, മിക്സിയിൽ പൊടിക്കുന്നതിന് മുമ്പ്. എന്നിട്ട് പൊടിച്ചെടുക്കുകയാണ് പതിവ് കേട്ടോ. ഇതിപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം എനിക്ക് ഒത്തിരി മാസങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ ഫ്ലേവറും ഇതൊക്കെ കുറയും. അപ്പോൾ നമ്മുടെ മിക്സി ഇവിടെ റെഡിയാണ്. നമ്മുടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് മിക്സിയിലിട്ട് ചെറിയ ജാറിലിട്ടുണ്ട് പൊടി നന്നായി പൊടിച്ചെടുക്കാനാണ്. നമുക്ക് ഇത്രയും ഗരം മസാല നമുക്ക് പൊടിച്ച് കിട്ടുന്നുണ്ടോ. 2 പ്രാവശ്യം ജാറിൽ 2 പ്രാവശ്യമായിട്ട് പൊടിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് എല്ലാ സ്പൈസസും അതിനകത്ത് ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യമായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചുകൊണ്ടാണ്. ഒരു പ്രാവശ്യം പൊടിക്കുന്ന മിക്സിയിൽ തന്നെ മിക്സ് ആവുള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു. ഇത് നല്ല ടേസ്റ്റുള്ള നമ്മുടെ പുറത്തുനിന്നൊക്കെ കടയിലൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാലപ്പൊടി ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്തുണ്ടാക്കിയാൽ കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 3 to 4 months നിങ്ങൾക്ക് യൂസ് ചെയ്യാം.